ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ നിമിഷങ്ങളിലേക്ക് നമുക്ക് ഒന്നിച്ച് ഈശോയെ ക്ഷണിക്കാം. ഈശോ നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ കൃപകൾ കൊണ്ട് നിറയ്ക്കുവാനായിട്ട് ഈ നിമിഷങ്ങൾ നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയും സ്വർഗവും നമുക്കൊപ്പം നിൽക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഈ നിമിഷങ്ങളിൽ പ്രത്യേകമായിട്ട് സഹായിക്കുകയും ചെയ്യട്ടെ. ഈ മിനിറ്റുകളിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയാണ്. തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പസ്തോലൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കു വേണ്ടിയും ഈ പ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവും എത്രേ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ശ്ലീഹ നമ്മളോട് പറയുകയാണ്, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വിളി നമുക്കുണ്ട് എന്ന് ശ്ലീഹ നമ്മളെ ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കണമേ എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം. നമുക്ക് ശാന്തവും സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനിടയാകണമെങ്കിൽ ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളുണ്ടാകുമെന്ന് ശ്ലീഹ നമ്മളെ ഓർപ്പിക്കുകയാണ്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, എല്ലാവരും രക്ഷിക്കപ്പെടണം. എല്ലാവരും രക്ഷിക്കപ്പെടണം. സത്യം അറിയണം. എല്ലാവരും രക്ഷിക്കപ്പെടുകയും സത്യം അറിയുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് പ്രത്യേകമായിട്ട് ഇവിടെ ശ്ലീഹ ഓർപ്പിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. 1 പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ പത്രോസ്ലീഹ പറയുകയാണ്, 2-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. നമ്മൾ ഓർക്കണം, പത്രോസ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. നമ്മൾ നിസ്സാരരല്ല, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. അതുകൊണ്ട് തന്നെ രാജകീയ പുരോഹിത ഗണത്തിൽപ്പെട്ടവരാണ്, വിശുദ്ധ ജനതയാണ്, വലിയ സ്ഥാനമുള്ളവരാണ്, വലിയ യോഗ്യത ലഭിച്ചവരാണ്. മാമോദിസ വഴിയായിട്ട് പരിശുദ്ധാത്മാവിനാൽ മുദ്രണം ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഓരോ വ്യക്തിയും വലിയ ഉത്തരവാദിത്തങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. അത് നമ്മൾ രാജകീയ പുരോഹിത ഗണത്തിൽപ്പെടുന്നുവെന്നുള്ളതാണ് പ്രത്യേകത. ഒരു പുരോഹിതൻ ബലിയർപ്പിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അവൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യ നിന്നുകൊണ്ട് ബലിയർപ്പിക്കുന്നവനാണ്. തീർച്ചയായിട്ടും സഹോദരന് വേണ്ടി, ജനത്തിന് മുഴുവൻ വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പുരോഹിതന്മാർ. പ്രധാനപ്പെട്ട അവരുടെ ഉത്തരവാദിത്വത്തിലൊന്ന് മധ്യസ്ഥം വഹിക്കുക എന്നുള്ളത് തന്നെയാണ്. ശുശ്രൂഷാ പൗരോഹിത്യം ഇല്ലെങ്കിലും ഓരോ ക്രിസ്ത്യാനിയും പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നത് കൊണ്ടാണ് വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് നമുക്കൊരോരുത്തർക്കും കഴിയുന്നത്. ഈ ബലി അർപ്പിക്കാൻ കഴിയുന്ന നമുക്കൊരോരുത്തർക്കുമുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ് മധ്യസ്ഥം മറ്റുള്ളവർക്ക് വേണ്ടി വഹിക്കുക എന്നുള്ളത്. നമ്മുടെ നാടിന് വേണ്ടി,
രാജ്യത്തിനു വേണ്ടി, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും പ്രത്യേകമായിട്ട് വിളി ലഭിക്കുകയും ചെയ്തവനാണ് ഓരോ ക്രിസ്ത്യാനിയും. അവൻ്റെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട്, ശക്തി കൊണ്ട് ആ രാജ്യവും ആ നാടും നന്മയിലും സ്നേഹത്തിലും ശക്തി പ്രാപിക്കുവാനായിട്ട് കഴിയേണ്ടതാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യരായിട്ട് മാറുവാനായിട്ട് ഈശോ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിൽ ഈശോ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈശോ തൻ്റെ ജീവിതം വിട്ടുകൊടുത്തിരുന്നുവെന്ന് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റും. യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായം മുഴുവൻ ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ലോകം മുഴുവനും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ വചനം കേട്ട് ആ വചനം പറയുന്ന ഓരോരുത്തരും, ഈ ദൈവത്തിൻ്റെ ഈശോയുടെ വചനം കേൾക്കുന്ന ഓരോരുത്തരും ക്കും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നത് അവിടെ പ്രത്യേകമായിട്ട് എടുത്ത് കാണാനായിട്ട് നമുക്ക് കഴിയും. ഈശോ ഒരു പ്രാർത്ഥനയിൽ നിരന്തരം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചിരുന്നുവെന്ന് പലപ്പോഴും നമുക്ക് ഇതിലൂടെ കണ്ടുമുട്ടാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട ദൗത്യം ഈശോയോട് ചേർന്ന് നിൽക്കുകയും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോ എന്ന് പറയുന്ന ഏക മധ്യസ്ഥനിലൂടെ ഈശോയോട് ചേർന്ന് അവനോട് ചേർന്ന് മധ്യസ്ഥം വഹിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു മധ്യസ്ഥം വഹിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഒരു ആത്മാവിനെ അനുഗ്രഹിക്കുന്നതിൻ്റെയും സ്വന്തമാക്കുന്നതിൻ്റെയും അടയാളമാണ് തൻ്റെ മധ്യസ്ഥ ദൗത്യത്തിനായിട്ട് അയാളെ പങ്കുകാരാക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് മധ്യസ്ഥനായിട്ട് മാറ്റുമ്പോൾ, അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് ഉയർത്തുമ്പോൾ അവനെ യഥാർത്ഥത്തിൽ തൻ്റെ ദൗത്യത്തിലാണ് പങ്കുകാരനാക്കുന്നത്. ഈശോയോട് കൂടെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹവും ഭാഗ്യവും ഇതാണ്. അവൻ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ ജീവിതത്തിൽ ഭാഗഭാഗിത്വം ലഭിച്ചിരിക്കുന്നു. സ്വാഭാവിക ജീവിതത്തിന് അതിസ്വാഭാവിക ഭാവം കൈവരികയാണ് അതോടുകൂടി ചെയ്യുന്നത്. അതൊരു വലിയ നേട്ടമാണ് ഓരോ വ്യക്തിക്കും നൽകുന്നെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഉണർവുള്ളതായിട്ട് മാറുന്നത് കാണാനായിട്ട് പറ്റും. ആത്മീയ വളർച്ച ഇത്ര വേഗത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം മറ്റേത് കാര്യം ചെയ്താലും ഉണ്ടാകുന്നതിനേക്കാൾ വേഗത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം വളരെ വേഗത്തിൽ വളരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. കർത്താവ് നമ്മളോട് ഇടപെടുന്നതും നമ്മളോട് സംസാരിക്കുന്നതും നമ്മളോട് അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുന്നതും മധ്യസ്ഥം വഹിക്കുന്നവരുടെ ജീവിതത്തിൽ നിരന്തരം കാണാനായിട്ട് പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെ ജീവിതം നമ്മൾ കണ്ടുമുട്ടുന്നത്. അബ്രാഹത്തിൻ്റെ അടുത്ത് ഇതാ ദൈവം കടന്നു വരുമ്പോൾ സോദോം ഗൊമോറ നശിപ്പിക്കുവാനുള്ള കാര്യം ഉദ്ദേശവുമായിട്ടാണ് ദൈവം അബ്രാഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്ന് അബ്രാഹത്തോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അബ്രാഹത്തിൻ്റെ സൽക്കാരമൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഓർക്കണം, ദൈവം തന്നെ പറയുകയാണ്, നമ്മൾ ഏതായാലും സോദോം ഗൊമോറ നശിപ്പിക്കാൻ പോവുകയാണ്. ഇത് അബ്രാഹത്തോട് പറയാതെ എങ്ങനെയാണ് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുക? അതുകൊണ്ട് അബ്രാഹത്തെ വിളിച്ചിട്ട് പറയുകയാണ്. അബ്രാഹത്തോട് പറഞ്ഞു, സോദോം ഗൊമോറ നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് അവിടെ വലിയ തിന്മയാണ് കുടികുത്തി വാഴുന്നത്. അതുകൊണ്ട് അവിടെ നശിപ്പിക്കാതിരിക്കാൻ കഴിയുകയില്ല. അപ്പോഴാണ് അബ്രാഹത്തോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബ്രാഹം ഉടനെ ദൈവത്തിൻ്റെ മുമ്പിൽ കയറി നിന്നുവെന്നാണ് തിരുവചനം പറയുക. എന്നിട്ട് പറയുകയാണ്, ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, അങ്ങ് പിണങ്ങരുത്, കോപിക്കരുത്. അവിടെ ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് ആ പ്രദേശം നശിപ്പിക്കുമോ? അബ്രാഹം ചോദിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അന്നേരം ഉത്തരം കൊടുക്കുന്ന ഒരു ദൈവത്തെ നമ്മളിവിടെ കണ്ടുമുട്ടുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത അതാണ്. മധ്യസ്ഥം വഹിക്കുമ്പോൾ ഉടനെ ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് പലപ്പോഴും കണ്ടുമുട്ടാനായിട്ട് പറ്റും. ദൈവം പറയുകയാണ്, 50 പേരുണ്ട്, നശിപ്പിക്കുകയില്ല. കർത്താവെ, ഒരിക്കൽ കൂടി ചോദിച്ചു കൊള്ളട്ടെ, അവിടെ 40 ഉള്ളുവെങ്കിലോ 30 ഉള്ളുവെങ്കിലോ 20, 10 അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കുറച്ചു കൊണ്ടുവന്ന് 10 പേരെ പോലും കാണാത്തത് കൊണ്ടാണ് സോദോം ഗൊമോറ നശിപ്പിക്കപ്പെട്ടതെന്ന് നമ്മളവിടെ കണ്ടുമുട്ടുന്നുണ്ട്. ചോദിക്കുന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊക്കെ
നിരന്തരമായിട്ട് ഉത്തരം കൊടുക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കണ്ടുമുട്ടാനായിട്ട് പറ്റുന്നുവെന്നുള്ളതാണ്. തീർച്ചയായിട്ടും മധ്യസ്ഥം വഹിക്കുമ്പോഴുള്ള ഒരു പ്രത്യേക ഗുണം, ദൈവാനുഭവം അതിശക്തമായിട്ട് നമ്മൾ വർത്തിക്കും. ജീവിക്കുന്ന ഒരു ദൈവം ഇത്ര അടുത്ത് നമ്മോട് കൂടി ഉണ്ട് എന്ന് വളരെ വേഗത്തിൽ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം. നമുക്ക് കൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിൽ ഏറ്റവും ആനന്ദിക്കുന്നവനാണ് ദൈവം എന്നുള്ളതാണ് വേറൊരു കാര്യം. അതുകൊണ്ട് തന്നെ മധ്യസ്ഥം വഹിക്കാൻ തുടങ്ങുമ്പോൾ അനേകം കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായിട്ട് ഒഴുക്കിത്തരുന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എലിസബത്ത് സാൻഡോയോട് ഈശോയുടെ തിരുഹൃദയം ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പെടുത്തി, ചോദിക്കാൻ ഭയപ്പെടരുത്, അനുഗ്രഹങ്ങൾ യാചിക്കുന്നതിന് നിയന്ത്രണം വയ്ക്കേണ്ടതില്ല. കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുന്നതനുസരിച്ച് എൻ്റെ ആനന്ദം വർദ്ധിച്ചു കൊണ്ടിരിക്കും. കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുന്നതനുസരിച്ച് എൻ്റെ ആനന്ദം വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഈശോ തുടരുകയാണ്, അനുഗ്രഹങ്ങൾ നൽകുന്നതിന് ഞാൻ എന്തിന് പിശുക്ക് കാണിക്കണം? അനുഗ്രഹങ്ങൾ നൽകുന്നതിന് ഞാൻ എന്തിന് പിശുക്ക് കാണിക്കണം? മറ്റുള്ളവർക്കായും ഏറെ അനുഗ്രഹങ്ങൾ ചോദിച്ചു കൊള്ളുക. അതുകൊണ്ട് ചോദിക്കാതിരിക്കുന്നതാണ് മണ്ടത്തരം. ചോദിക്കാനായിട്ടാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഭിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. അത് കിട്ടും. നമ്മൾ വഴി ഈ ലോകത്തേക്ക് അനേകം അനുഗ്രഹങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഓർക്കുമ്പോൾ എന്തൊരു ആനന്ദമാണ്, സന്തോഷമാണ് ഉണ്ടാവുക. നമ്മളൊന്ന് ഉണർന്നാൽ, നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, നമ്മളൊന്ന് ചുറ്റും നോക്കിയിട്ട് മറ്റുള്ളവരുടെ വേദനകൾ കണ്ട് അവർക്ക് വേണ്ടി ഒന്ന് മുട്ടുകുത്താൻ തയ്യാറായാൽ, കൈവിരിച്ചു പിടിക്കാൻ തയ്യാറായാൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് ഈ ചുറ്റുപാടുകളിൽ കൊണ്ടുവരാൻ പറ്റും. ഓരോ ക്രിസ്ത്യാനിയും വിളിച്ചിരിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ്. ഓരോ ക്രിസ്ത്യാനിക്കും അതിനുള്ള കഴിവുണ്ട്, ഓരോ ക്രിസ്ത്യാനിക്കും അതിനുള്ള യോഗ്യതയുണ്ട്, അതിനുള്ള അനുഗ്രഹങ്ങൾ ദൈവം വർഷിച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നന്നായിട്ടെടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊരു വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും, നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ 2:8 പറയുന്നുണ്ട്, എന്നോട് ചോദിച്ചു കൊള്ളുക. സങ്കീർത്തനത്തിലൂടെ പറയുകയാണ്, ദൈവപിതാവ് പറയുകയാണ്, എന്നോട് ചോദിച്ചു കൊള്ളുക, നിനക്ക് ജനതകളെ അവകാശമായി തരാം. ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരാം. വലിയ ജനതകളെ തന്നെ അവകാശമായി സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഓരോ ക്രിസ്ത്യാനിയുമെന്ന് ഇവിടെ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന കാര്യമാണ്. വലിയ കാര്യങ്ങൾ ചെയ്ത അനേകം വിശുദ്ധരും മധ്യസ്ഥം വഴിയായിട്ട്, പ്രാർത്ഥന വഴിയായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്ത എത്രയോ വിശുദ്ധരാണ് നമ്മുടെ തിരുസഭയിലുള്ളത്. ലീമായിലെ വിശുദ്ധ റോസിനെ പറ്റി പറയുന്നത് ഒരു സംഭവമുണ്ട്. വിശുദ്ധ റോസിൻ്റെ ജീവിതത്തിൽ ലീമാ നഗരം ഡച്ച് സൈന്യം ആക്രമിച്ചു. ലീമാ നഗരം ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ലീമായിലെ സൈന്യം സജ്ജമായിരുന്നില്ല അതിനെ എതിരിടാനായിട്ട്. ആകപ്പാടെ പ്രശ്നമായി. എല്ലാ ആയുധങ്ങളും സാമഗ്രികളുമായിട്ട് ഡച്ച് സൈന്യം ലീമാ നഗരത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലീമായിലെ മേയറും അവിടുത്തെ ആർച്ച് ബിഷപ്പും ആകെ പരിഭ്രാന്തരായി. അവർ ഉടനെ തന്നെ ലീമായിലെ വിശുദ്ധ റോസിൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു. ഈ ലീമാ നഗരത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വിശുദ്ധ റോസ് പ്രാർത്ഥനയിലേക്ക് കടന്നു. മുട്ടുകുത്തി കൈപിരിച്ച് ലീമാ നഗരത്തിന് വേണ്ടി വിശുദ്ധ റോസ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശുദ്ധ റോസ് പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, ലീമാ നഗരത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ലീമാ നഗരം സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള വാർത്ത ലീമായിലെ വിശുദ്ധ റോസ് തൻ്റെ പിതാവിനെ അറിയിച്ചു. പിതാവ് ആർച്ച് ബിഷപ്പിനെയും മേജറെ അറിയിച്ചു. ഡച്ച് സൈന്യം എന്തോ കേട്ട്
അവിടെ നിന്ന് ഓടിപ്പോകുന്ന കാര്യമാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അങ്ങനെ ലീമാ നഗരം സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ റോസിൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട് ഒരു നഗരത്തിലെ വലിയ യുദ്ധം ഒഴിവായി പോകുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കൊണ്ട് വലിയ അപകടങ്ങൾ മാറിപ്പോകുന്നത് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഉണർന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കുകയില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ലോകത്ത് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് നമ്മളൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ, നമ്മളൊന്ന് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പറ്റും. യാക്കോസ്ലീഹ ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലം 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അതിശക്തമായിട്ട് മഴ പെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നീതിമാൻ്റെ പ്രാർത്ഥനയുടെ വില എത്ര വലുതാണ് എന്ന് ഇവിടെ തിരുവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. നീതിയോടെ നിന്നിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ മുൻപിൽ ആകാശ കവാടങ്ങൾ അടയ്ക്കപ്പെടുമെന്നും ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നും ഇവിടെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റുന്ന കാര്യമാണ്. ഹെബ്രായ ലേഖനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചിരുന്നുവെന്നാണ്. ഈശോ അത് ചെയ്തിരുന്നുവെന്ന് ഹെബ്രായ ലേഖനകർത്താവ് വീണ്ടും വീണ്ടും നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളും എത്രമാത്രം ഒരു പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് രൂപാന്തരപ്പെടണമെന്നുള്ളതാണ് നമ്മളെ ഇവിടെ ഓർപ്പിക്കുന്ന ഒരു കാര്യമെന്നുള്ള. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, തൻ്റെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥനയും പാപപരിഹാരത്തിൻ്റെ ധൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്ത് താൻ അങ്ങയുടെ ദാസനാണ് എന്ന് തെളിയിക്കുന്നതായിട്ട്. തീർച്ചയായിട്ടും ഇതാണ് യഥാർത്ഥത്തിൽ അനേകം പേരുടെ ജീവിതത്തിൽ കോപത്തെ ശമിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ദൈവത്തിൽ നിന്ന് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയിലേക്ക് അവരെ നയിക്കുവാനായിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് കഴിയുമെന്നുള്ളത് ചെറിയ കാര്യമാണോ? അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഉണരേണ്ട സമയം ആയില്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടിയിരിക്കുന്നുവെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊന്ന് ഉണർന്നാൽ, നമ്മളൊന്ന് മുട്ടുകുത്തിയാൽ, നമ്മളൊന്ന് വിളിച്ചപേക്ഷിച്ചാൽ ദൈവം എന്തുമാത്രം കാര്യങ്ങൾ നമ്മളിലൂടെ സംഭവിക്കുവാനായിട്ട് അനുവദിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ജ്ഞാനം ലഭിക്കുകയും ഭരണം കൂടുതൽ നന്മ നിറഞ്ഞതായിട്ട് മാറ്റുവാനുള്ള കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കപ്പെടുകയും ചെയ്യും. അതിലൂടെ നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കാരണമാകും. അതുകൊണ്ടാണ് പറയുക, വ്യക്തികളുടെയും രാഷ്ട്രങ്ങളുടെയും ഭാഗ്യധേയം നിശ്ചയിക്കപ്പെടുന്നത് ശക്തിയായ ചില ആളുകളുടെ പ്രവൃത്തികളോ അനിവാര്യമായ സംഭവങ്ങളോ എന്നതിനേക്കാൾ അറിയാത്ത ചില ആളുകളുടെ ശാന്തവും നിശബ്ദവുമായ പ്രാർത്ഥന കൊണ്ടാണ് എന്ന് പറയാറുന്നത്. അതൊരു വലിയ സത്യമാണ്. ശാന്തവും നിശബ്ദവുമായ പ്രാർത്ഥന കൊണ്ട് പലപ്പോഴും അനേകരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാനായിട്ട് പലർക്കും കഴിയുന്നു. ഫാദർ തെയ്യാർദ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ദീപിമേഖല എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്. പറയുകയാണ്, ഒരു കൊച്ചു കന്യാസ്ത്രീ ചാപ്പലിനുള്ളിൽ പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന സമയത്ത് അവരുടെ മുൻപിലൂടെ ലോകത്തിലെ ഓരോ സ്ഥലങ്ങൾ കടന്നു പോവുകയും അവരുടെ പ്രാർത്ഥന കൊണ്ട് അവിടെയുള്ള കാര്യങ്ങൾ പുനർക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നത് അവർക്ക് കാണാമായിരുന്നു. പലപ്പോഴും ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ അനേകം ജീവിതങ്ങൾ, അനേകം സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ, അനേകം പ്രതിസന്ധികൾ മാറിപ്പോകുന്നുവെന്നുള്ളതാണ് നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റുന്ന കാര്യം.
നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ വിശുദ്ധിയോടെ നിന്ന്, സ്നേഹത്തോടെ നിന്ന്, നീതിയോടെ നിന്ന് ഈ ലോകത്തിലെ മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വലിയ കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞങ്ങളുടെ ചെറിയൊരു സെല്ലിൽ ഇരുന്ന് ഞങ്ങൾ ലോകം മുഴുവൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അനേകം കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള അനേകം സംഭവങ്ങൾ മാറിപ്പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വലിയ അപകടങ്ങൾ. ഒരാൾക്ക് പോലും പോറലേൽക്കാതെ കർത്താവ് പലപ്പോഴും മാറ്റിക്കളയുന്നത്, അപകടം സംഭവിച്ചിട്ട് പോലും ഒരാൾക്ക് പോലും പോറലേൽക്കാതിരുന്ന എത്രയോ സംഭവങ്ങൾ, ചില യുദ്ധങ്ങളുടെ അടുത്തെത്തിയിട്ട് യുദ്ധങ്ങൾ മാറിപ്പോയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ വലിയ ലഹളകൾ നടക്കാമായിരുന്ന സ്ഥലത്തുനിന്ന് കർത്താവ് ആ അവസ്ഥയിൽ നിന്ന് മാറ്റിക്കളഞ്ഞ സംഭവങ്ങൾ പലപ്പോഴും അടുത്ത് നിന്ന് കാണാനായിട്ട്, അല്ലെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന, അത്ഭുതകരമായിട്ട് ഇടപെടുന്ന, പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മൾ ഉണർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രാർത്ഥനയുടെ ഒരു ജീവിത ശൈലി രൂപപ്പെടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ടാകുവാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കുകയും നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സഭയ്ക്കും വേണ്ടിയും ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ വലിയ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് നേരിൽ കാണാനായിട്ട് പറ്റും. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് നമ്മളിലേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ നമ്മൾ നയിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മയും സ്വർഗത്തിൽ നിരന്തരം ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് മധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധരും നമുക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മളും നമ്മുടെ കുടുംബങ്ങളും നിറയപ്പെടുവാൻ ഇടവരട്ടെ. ആമേൻ.